അബി ഇന്ന് പോവോ? അങ്ങനെ വിചാരിക്കുന്നു. അപ്പു ഇനി എന്താ പരിപാടി? ഇനി പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല, ഫ്രീ ആണ്. അതല്ല ഞാൻ ഉദ്ദേശിച്ചത്, ഫ്യൂച്ചർ പ്ലാൻ എന്തെങ്കിലും? ഓ അങ്ങനെ. അതിപ്പോൾ വേറെ എവിടെയെങ്കിലും നല്ലൊരു ജോലിക്ക് കയറണം. കുറേ കടങ്ങളുണ്ട്, അതൊക്കെ ഒന്ന് ശരിയാക്കണം. ഇപ്പോൾ കിട്ടുന്ന സാലറി കൊണ്ടൊന്നും ആവുന്നില്ല, അത്ര തന്നെ. അത് കഴിഞ്ഞോ? അത് കഴിഞ്ഞ് അറിയില്ല. അപ്പു ഞാനൊന്ന് ചോദിച്ചോട്ടെ? എന്താ എന്താ നിനക്ക് പറ്റിയേ? എന്താ ശരിക്കും നിന്റെ പ്രശ്നം? സത്യം പറഞ്ഞാൽ എനിക്ക് ഒന്നും മനസ്സിലാവുന്നില്ല. നീ ഒന്നും പറയാതെ ഞാനിതെങ്ങനെ മനസ്സിലാക്കും? ഇനി എൻ്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ടായിട്ടുണ്ടോ? അങ്ങനെയൊന്നുമല്ല, എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഞാൻ ഓക്കെയാണ്. നിനക്ക് തോന്നിയതാവും. അതെ, തോന്നിയത് കൊണ്ടാണല്ലോ കുറേ നാളായിട്ട് ഇത് തന്നെ ഞാൻ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നീ ഓക്കെ ആണെന്നാണോ ഈ പറഞ്ഞു വരുന്നത്? എന്നും പറയാം. പിന്നെ ഈ പ്രായത്തിൽ എല്ലാ ബോയ്സിനും ഉണ്ടാകുന്ന അതേ ടെൻഷനും സ്ട്രെസ്സൊക്കെ എനിക്കുമുണ്ട്. വീട്, വീട്ടുകാർ, വീട്ടിലെ അവസ്ഥയൊക്കെ നിനക്ക് അറിയാവുന്നല്ലേ. അപ്പോൾ അത് തന്നെയാണോ ശരിക്കും നിന്റെ പ്രശ്നം? പിന്നെ നീ ഈ പറഞ്ഞ കഷ്ടപ്പാടുകളൊക്കെ എല്ലാവരുടെയും ലൈഫിലുള്ളതല്ലേ. അതെങ്ങനെ മാനേജ് ചെയ്യുന്നു എന്നതിലല്ലേ കാര്യം. പുറത്തുനിന്ന് നോക്കുമ്പോൾ തോന്നുന്ന കാര്യങ്ങളൊന്നുമല്ല എൻ്റെ ലൈഫിൽ നടക്കുന്നത്. എല്ലാം എവിടെ ചെന്ന് അവസാനിക്കുന്നു എനിക്ക് തന്നെ ഒരു എത്തും പിടിയില്ലാത്ത അവസ്ഥയിലാണ്. വരുന്നിടത്ത് വെച്ച് കാണാവുന്നൊരു അവസ്ഥയിലാണ് ഞാൻ മുന്നോട്ട് പോകുന്നത്. അതിൻ്റെ കൂടെ എനിക്ക് മറ്റൊന്നും തന്നെ ഇനി അഫോർഡ് ചെയ്യാൻ പറ്റില്ല. അതെൻ്റെ ഗതികേടാണ് അബി. അപ്പോൾ പണ്ട് അപ്പു എന്നോട് പറഞ്ഞ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഒക്കെ? അതൊക്കെ വെറും ആഗ്രഹങ്ങൾ മാത്രമല്ലേ. അതൊന്നും ഇപ്പം എൻ്റെ ഓർമ്മയിലേ ഇല്ല. എന്നെങ്കിലും എല്ലാം ശരിയാവും. ഇനി സമയമില്ലേ? സമയം? ഈ സമയം ഉണ്ടെന്ന് ആലോചിക്കുന്നതല്ലേ ഏറ്റവും വലിയ മണ്ടത്തരം. ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയുന്ന സമയം എല്ലാത്തിനും വീഴുന്നു. ടൈം ഈസ് ഫാസ്റ്റ് ആസ് ഫക്ക്. എത്ര പെട്ടെന്ന് സമയമെല്ലാം കടന്നു പോകുന്നത്. നിന്നെ ആദ്യമായിട്ട് കണ്ടുപിട്ടിയത് ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്. 2 years ബാക്ക് കോളേജിൽ. എല്ലാം പെട്ടെന്ന് കഴിഞ്ഞു പോയാലേ. ഐ വിൽ വെയിറ്റ് ഫോർ യു. എത്ര നാളാണെങ്കിലും. എപ്പോഴേക്കും ഞാൻ കേൾക്കാൻ ആഗ്രഹിച്ച കാര്യമാണ് നീ ഇപ്പോൾ പറഞ്ഞത്. പക്ഷേ ഇല്ല അബി, അത് വേണ്ട. ഞാൻ കാരണം ഇനി ഒരാൾ കൂടി വിഷമിക്കുന്നത് കാണാൻ എനിക്ക് വയ്യ. അങ്ങനെ ഒരു പ്രതീക്ഷ നിനക്ക് തരില്ല. എന്നെ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കിയിട്ടുള്ള ഒരാൾ നീയാണ്. ഞാൻ ഏറ്റവും കൂടുതൽ സന്തോഷിച്ചിട്ടുള്ളത് നിൻ്റെ കൂടുതലുള്ള സമയം. ആ അബിയെ ചതിക്കാൻ എനിക്ക് വയ്യ. സോറി. അപ്പു പോകുക. 5:30 ട്രെയിൻ. എടാ, അവള് നിന്നോടെന്താ പറഞ്ഞേ? അവൾ പോയടാ. അത് ഞാൻ കണ്ട്. നിന്നോടെന്താ പറഞ്ഞേ? എന്ത് പറയാൻ, വെയിറ്റ് ചെയ്തിട്ടെന്ന് ചോദിച്ചു. എന്നിട്ട് നീ എന്ത് പറഞ്ഞ്? വേണ്ടെന്ന് പറഞ്ഞു. നശിപ്പിച്ച്. എടാ, അവള് വെയിറ്റ് ചെയ്യാന്ന് പറഞ്ഞല്ലേ, പിന്നെ നിനക്കെന്തായിരുന്നു പ്രശ്നം? എനിക്കെന്ത് പ്രശ്നമാണ് ഇല്ലാത്ത? ഡാ, അങ്ങനെയൊക്കെ ചിന്തിക്കാൻ തുടങ്ങിയാൽ കുറച്ച് കഷ്ടമല്ലേ? എടാ, നിനക്ക് അവളെ ഇഷ്ടമാണെന്നുള്ള കേസ് നമുക്കറിയാം. അപ്പം നീ അത് വിട്. അവൾ പറയാനുള്ളത് നിന്നോട് പറഞ്ഞു. പക്ഷെ നീ അങ്ങനെ പറഞ്ഞത് ശരിയല്ലെന്ന് ഞാൻ പറയും. ഭാവിയെപ്പറ്റി സ്വപ്നം കാണുന്നതിൻ്റെയൊക്കെ ലക്ഷ്യം അറിയില്ലടാ ഈ പ്രണയമൊക്കെ. എനിക്കങ്ങനെ ആഗ്രഹങ്ങളോ സ്വപ്നങ്ങളോ ഒന്നും തന്നെയില്ല.
പിന്നെ ഞാനായിട്ട് എന്തിനാണ് വെറുതെ അവൾക്കൊരു പ്രതീക്ഷ കൊടുക്കുന്നത്? എടാ അവൾ നല്ലൊരു കുട്ടിയാണ്. നീയായിട്ട് നിന്റെ ലൈഫിൽ നിന്ന് അവളെ മിസ് ചെയ്യരുത്. പിന്നെ ദുഃഖിച്ചിട്ട് കാര്യമില്ല. അതേടാ, അവൾ നല്ലൊരു കുട്ടിയാണ്. ഞാനായിട്ട് വെറുതെ എന്തിനാ അവളുടെ ലൈഫിലൊരു സ്പോയിലർ ആവുന്നു? പോട്ടെ. അല്ലെങ്കിൽ എൻ്റെ ലൈഫിലല്ല ഇങ്ങനെയൊക്കെ തന്നെയല്ലേ? സീനില്ല. എടാ നീ ഇപ്പോഴും പഴയതൊക്കെ ഓർത്തിട്ടാണോ? അതൊക്കെ എല്ലാവരും മറന്നടാ. ലൈഫൊക്കെ ഒരുപാട് മുന്നോട്ട് പോയി. നീ മാത്രം. അപ്പൂ, എനിക്ക് നീയാ വലുത്. നീ ഇപ്പോഴത്തെ തന്നെ തീരുമാനോർത്ത് പിന്നെ ദുഃഖിക്കരുത്. അതുകൊണ്ട് പറഞ്ഞ. ഇനി എന്താ? ഇനിയൊന്നുമില്ല. അവിന്ന് വൈകിട്ട് പോകും. എപ്പോ? 5:30 ട്രെയിൻ. പോണല്ലേ കാണാൻ? ഇല്ല, ചിലപ്പോൾ ഞാൻ പോകണ്ടെന്നെങ്ങനെ പറഞ്ഞു പോയാലോ? നിനക്ക് വിഷമമൊന്നുമില്ലല്ലോ? വാ. ഉം.